10,000 രൂപയ്ക്ക് താഴെ വരുന്ന രണ്ട് മികച്ച ഫോണുകളാണ് റെഡ്മി നോട്ട് 7ഉം അതുപോലെ റിയൽമി 3യും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി നോട്ട് 7ഉം റിയൽമി 3യും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. ആദ്യം പറയേണ്ട കാര്യം, റിയൽമി 3യുടെ വില വരുന്നത് 8,999 രൂപയും റെഡ്മി നോട്ട് 7ന്റെ വില വരുന്നത് 9,999 രൂപയുമാണ്. പിന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 3GB റാം വേരിയന്റുകളാണ് കമ്പയർ ചെയ്യുന്നത്. കാരണം റിയൽമി 3യുടെ 4GB റാം എന്നുള്ളത് അത്ര നല്ലൊരു ഓപ്ഷൻ ഒന്നുമല്ല. അതുകൊണ്ട് 3GB റാം വേരിയന്റിനെ പറ്റി മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ റെഡ്മി നോട്ട് 7ലെ ഡിസ്പ്ലേ വരുന്നത് 6.3 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. എന്നാൽ റിയൽമി 3ലെ ഡിസ്പ്ലേ വരുന്നത് 6.22 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഫോണിൽ നമുക്ക് HD+ ഡിസ്പ്ലേ മാത്രമേ ലഭിക്കുന്നുള്ളൂ. എന്നാൽ റെഡ്മി നോട്ട് 7ൽ നമുക്ക് ഫുൾ HD+ ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. പിന്നെ നോച്ച് വരുന്നത് വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുമായിട്ടാണ് രണ്ട് ഫോണുകളിലും. ഓവറോൾ ഡിസൈനിനെ പറ്റി പറയുകയാണെങ്കിൽ റിയൽമി 3ലെ ബാക്ക് കവർ വരുന്നത് ഒരു പ്ലാസ്റ്റിക് ബോഡിയുമായിട്ടാണ്. ഒരു ഗ്രേഡിയന്റ് കളർ ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ് റിയൽമി 3. എന്നാൽ റെഡ്മി നോട്ട് 7ൽ നമുക്ക് ഒരു ഗ്ലാസ് ബാക്കുമായിട്ടുള്ള ഒരു ബാക്ക് ബോഡിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രീമിയം ലുക്കുള്ള ഒരു ഫോണാണ് റെഡ്മി നോട്ട് 7. റിയൽമി 3ൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ ആണ് ലഭിക്കുന്നത്. എന്നാൽ റെഡ്മി നോട്ട് 7ൽ നമുക്ക് ലഭിക്കുന്നത് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ആണ്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ റിയൽമി 3ൽ ഉപയോഗിച്ചിരിക്കുന്നത് MediaTekന്റെ Helio P17 എന്നുള്ള പ്രോസസ്സറാണ്. ഇത് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു പ്രോസസ്സറാണ്. റെഡ്മി നോട്ട് 7ൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്നാപ്ഡ്രാഗന്റെ 616 എന്നുള്ള പ്രോസസ്സറാണ്. ഇതും അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. ഈ രണ്ട് പ്രോസസ്സറും കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന പ്രോസസ്സറുകളാണ്. എന്നാൽ സ്നാപ്ഡ്രാഗന്റെ കൂടെ ലഭിക്കുന്ന GPU ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഗ്രാഫിക് പെർഫോമൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ 660യുമായി വരുന്ന റെഡ്മി നോട്ട് 7 സെലക്ട് ചെയ്യാവുന്നതാണ്. രണ്ട് ഫോണുകളുടെയും ബേസ് വേരിയന്റിൽ നമുക്ക് ലഭിക്കുന്നത് 3GB റാമും 32GB ഇന്റേണലുമാണ്. ഇനി മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിയൽമി 3ൽ നമുക്ക് ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. എന്നാൽ റെഡ്മി നോട്ട് 7ൽ നമുക്ക് ഹൈബ്രിഡ് സിം സ്ലോട്ട് മാത്രമേ ലഭിക്കുന്നുള്ളൂ. രണ്ട് ഫോണുകളിലും ആൻഡ്രോയിഡ് 9 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. റെഡ്മി നോട്ട് 7ൽ MIUI സോഫ്റ്റ്വെയറും റിയൽമി 3ൽ ColorOS സോഫ്റ്റ്വെയറുമാണ് വരുന്നത്. ഈ രണ്ട് സോഫ്റ്റ്വെയറും കമ്പയർ ചെയ്യുകയാണെങ്കിൽ MIUI സോഫ്റ്റ്വെയറിൽ പരസ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കംപ്ലൈന്റ് ഉണ്ട്. എന്നാൽ റിയൽമി 3ലുള്ള ColorOSൽ അങ്ങനെ പരസ്യങ്ങളൊന്നും വരുന്നില്ല. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളുടെയും പിൻ ക്യാമറ വരുന്നത് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പിലാണ്. റിയൽമി 3ൽ വരുന്നത് 13 മെഗാപിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന ഒരു മെയിൻ സെൻസറും 2 മെഗാപിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറുമാണ്. റെഡ്മി നോട്ട് 7ൽ വരുന്നത് 12 മെഗാപിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു മെയിൻ സെൻസറും 2 മെഗാപിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറുമാണ്. രണ്ട് ഫോണുകളിലും നമുക്ക് 13 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. രണ്ട് ഫോണുകളുടെയും ക്യാമറ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ റെഡ്മി നോട്ട് 7ൽ 4000 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫോൺ മേടിക്കുമ്പോൾ ഫാസ്റ്റ് ചാർജർ അതിന്റെ കൂടെ കിട്ടില്ല, നമ്മൾ എക്സ്ട്രാ ചാർജർ മേടിക്കേണ്ടതാണ്. റിയൽമി 3ൽ 4230 mAh ബാറ്ററിയാണ് വരുന്നത്. റെഡ്മി നോട്ട് 7നേക്കാളും കുറച്ചും കൂടി ബാറ്ററി ബാക്കപ്പ് നമുക്ക് റിയൽമി 3ലായിരിക്കും ലഭിക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു HD+ റെസൊല്യൂഷൻ മാത്രമേ ഈ ഫോണിനുള്ളൂ എന്നത്. അതുകൊണ്ട് തന്നെ ബാറ്ററി കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ഫാസ്റ്റ് ചാർജിങ് ഇല്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. റിയൽമി 3യുടെ വില വരുന്നത് 8,999 രൂപയും റെഡ്മി നോട്ട് 7ന്റെ വില വരുന്നത് 9,999 രൂപയുമാണ്. റിയൽമി 3ക്ക് 1000 രൂപ വില കുറവാണ്. ഓവറോൾ പറയുകയാണെങ്കിൽ റെഡ്മി നോട്ട് 7ൽ നമുക്ക് നല്ലൊരു ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്, ഒരു ഗ്ലാസ് ബാക്ക് ബോഡി ലഭിക്കുന്നുണ്ട്, അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ലഭിക്കുന്നുണ്ട്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാറ്ററിയും ഈ ഫോണിലുണ്ട്. റിയൽമി 3യെ പറ്റി പറയുകയാണെങ്കിൽ റെഡ്മി നോട്ട് 7നേക്കാളും 1000 രൂപ വില കുറവാണ്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ബാറ്ററിയും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്.